ഹായ്, സമ്മർ സീസണിൽ 48 മുതൽ 50 ഡിഗ്രി ചൂടുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെയൊരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇതുപോലെ പച്ച പുതച്ച് കിടക്കുന്ന മലനിരകൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാവും. തീർച്ചയായും നേരിൽ പോയി കാണുന്നവർക്ക് സലാല പ്രകൃതി ഒരുക്കിയ ഒരു വിസ്മയം തന്നെയാണ്. ഒമാൻ എന്ന രാജ്യത്തിൻ്റെ ഈ ഒരു പ്രകൃതി വൈവിധ്യം ആരെയും വിസ്മയിപ്പിക്കുന്നത് തന്നെയാണ്. അങ്ങനെ സലാലയിലെ ഈ വർഷത്തെ ഖരീഫ് സീസൺ ഇന്ന് ജൂൺ 21 ഓൾറെഡി സ്റ്റാർട്ടായിരിക്കുകയാണ്. സെപ്റ്റംബർ 20 വരെയാണ് ഈ ഒരു സീസൺ തുടരുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിശേഷിപ്പിക്കും പോലെ സലാലയെ പാരഡൈസ് ഓഫ് മിഡിൽ ഈസ്റ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അറേബ്യൻ ഉപദ്വീപിലെ അതുല്യമായ കാലാവസ്ഥാ പ്രതിഭാസമായ ഖരീഫ് എല്ലാ വർഷവും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്തിൻ്റെ തെക്കൻ മേഖലയെ പച്ചപ്പ് നിറഞ്ഞ പറുദീസയാക്കി മാറ്റുന്നു. പടിഞ്ഞാറ് തീരദേശ പട്ടണമായ ദൽഖൂദിൽ നിന്ന് കിഴക്ക് മിർബാത്തിലേക്ക് വ്യാപിക്കുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ് ഈ സീസണെ നയിക്കുന്നത്. ഇതിൽ നേരിയ മഴയും മൂടൽമഞ്ഞും തണുത്ത താപനിലയും ദോഫാർ പർവ്വതങ്ങളിലേക്കും സമതലങ്ങളിലേക്കും കൊണ്ടുവരുന്നു. ഈ സ്വാഭാവിക മാറ്റം പരുക്കൻ മരുഭൂമി ഭൂപ്രകൃതിയെ പച്ചപ്പ് നിറഞ്ഞ താഴ്വരകളാക്കി മാറ്റുന്നു. പ്രകൃതി ഒരുക്കുന്ന ഈ ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ് ദോഫാറിനെ ഗൾഫിലെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട വേനൽക്കാല ട്രാവൽ ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നത്. കഴിഞ്ഞ ഒരു ഖരീഫ് സീസണിൽ മാത്രം ഏകദേശം 1 മില്യൺ വിസിറ്റേഴ്സാണ് സലാലയിലേക്ക് ഒഴുകിയെത്തിയത്. അപ്പോൾ GCCയിലെ പറുദീസയായ സലാലയെ തീർച്ചയായിട്ടും നിങ്ങളും നേരിൽ കാണുക, ആസ്വദിക്കുക. നന്ദി, നമസ്കാരം.